യുദ്ധക്കളത്തിൽ ശത്രു നിരായുധനായിരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുമ്പോൾ അവനെ ഇല്ലാതാക്കുക എന്നത് ഏതൊരു സൈന്യത്തിനും എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ തോക്കിന് മുന്നിൽ നിൽക്കുമ്പോഴും ശത്രുവിന്റെ വിശ്വാസത്തെ മാനിക്കാനും അവന് പ്രാർത്ഥിക്കാൻ സമയം നൽകാനും കാണിക്കുന്ന ആ വലിയ മനസ്സ്, അതാണ് ഇന്ത്യൻ സൈന്യത്തെ ലോകത്തെ മറ്റു സൈന്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇന്ത്യൻ ആർമി ചീഫ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ വാക്കുകൾ ഇപ്പോൾ ലോകമാകെ തരംഗമാവുകയാണ്. 2025 മെയ് മാസത്തിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നീക്കത്തിനിടയിൽ നടന്ന ഞെട്ടിക്കുന്നതും അതേസമയം അഭിമാനകരവുമായ ഒരു രഹസ്യമാണ് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സബ്കാ മാലിക് ഏക് ഹേ, എല്ലാവരുടെയും ദൈവം ഒന്നാണ് എന്ന ഭാരതീയ തത്വത്തിന്റെ മഹത്വം ലോകം തിരിച്ചറിയുന്ന നിമിഷം കൂടിയാണിത്. ഓപ്പറേഷൻ സിന്ദൂരിന്റെ സമയത്ത് ഭീകരവാദികളെയും അവരുടെ താവളങ്ങളെയും തകർക്കുക എന്നതായിരുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ ലക്ഷ്യം. കൃത്യമായ പ്ലാനിങ്ങിലൂടെ ടാർഗറ്റിനെ ആക്രമിക്കാൻ തയ്യാറെടുത്തപ്പോൾ സൈന്യം ഒരു കാര്യം ശ്രദ്ധിച്ചു. അവിടെയുള്ളവർ നമാസ് അഥവാ പ്രാർത്ഥന ചെയ്യുന്ന സമയമായിരുന്നു അത്. ഒരു യുദ്ധതന്ത്രജ്ഞന്റെ കണ്ണിലൂടെ നോക്കിയാൽ ശത്രു നിരായുധനായി ദൈവത്തിന് മുന്നിലിരിക്കുന്ന ആ സമയമാണ് ആക്രമിക്കാൻ ഏറ്റവും നല്ലത്. പക്ഷേ അവിടെയാണ് ഭാരതീയ സംസ്കാരം ഇടപെട്ടത്. ആർമി ചീഫ് വ്യക്തമാക്കുന്നു, ദൈവത്തിന് മുന്നിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ ആക്രമിക്കുന്നത് നമ്മുടെ മര്യാദയല്ല. സബ്കാ മാലിക് ഏക് ഹേ എന്ന് വിശ്വസിക്കുന്ന ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് ഇന്ത്യൻ ആർമി എന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ആ നമാസ് കഴിയുന്നത് വരെ ഇന്ത്യൻ സൈന്യം കാത്തിരുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം മാത്രമാണ് ആക്രമണം നടത്തിയത്. ഇന്ത്യയുടെ ഈ നിലപാടിനെ സൈനിക ദൌത്യത്തിന് തിരിച്ചടിയാകില്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം. പക്ഷേ ഇന്ത്യ തന്റെ ടാർഗറ്റ് കൃത്യമായി തന്നെ തകർത്തു. ഭീകരവാദ താവളങ്ങൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം ഇന്ത്യ നേടി. പക്ഷേ അത് ചെയ്തത് ഭാരതീയമായ യുദ്ധനീതികൾ പാലിച്ചുകൊണ്ടാണെന്ന് മാത്രം. പുരാതന കാലം തൊട്ട് ഭാരതത്തിൽ യുദ്ധത്തിന് നിയമങ്ങൾ ഉണ്ടായിരുന്നു. നിരായുധരെ ആക്രമിക്കരുത് എന്നതായിരുന്നു അതിൽ പ്രധാനം. ആ മഹത്തായ പാരമ്പര്യം ഇന്നും ഇന്ത്യൻ സൈന്യം നെഞ്ചിലേറ്റുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണിത്. ഏത് മതവിശ്വാസിയെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന വസുദൈവ കുടുംബകം എന്ന ഭാരതീയ ദർശനത്തിന്റെ വിജയമാണിത്. ഇവിടെയാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം ലോകം തിരിച്ചറിയുന്നത്. പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ വർഗീയതയും വിഭജനവും പ്രസംഗിക്കുമ്പോൾ ഇന്ത്യൻ ആർമി ചീഫ് സംസാരിക്കുന്നത് മാനവികതയെക്കുറിച്ചാണ്. പാകിസ്ഥാനിലെ പള്ളികളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെടുമ്പോൾ ഭാരതം ശത്രുവായി ഭീകരവാദിക്ക് പോലും പ്രാർത്ഥിക്കാൻ സമയം നൽകുന്നു. കശ്മീരിലെ സാധാരണക്കാരെ ജാതിയും മതവും നോക്കി ഭീകരവാദികൾ വേട്ടയാടുമ്പോൾ ഇന്ത്യൻ സൈന്യം തിരിച്ചടിക്കുന്നത് അവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്താതെയാണ്. ഏത് രൂപത്തിൽ ദൈവത്തെ ആരാധിച്ചാലും ആത്യന്തികമായി അത് ഒരേ സത്യമാണെന്ന വിശാലമായ കാഴ്ചപ്പാടാണ് ഭാരതത്തിനുള്ളത്. ഇന്ത്യൻ സംസ്കാരം ഒരു മഹാസമുദ്രം പോലെയാണ്. എല്ലാ മതങ്ങളെയും വിശ്വാസങ്ങളെയും അത് ഉൾക്കൊള്ളുന്നുണ്ട്. ആയുധം കാട്ടിയല്ല, മറിച്ച് സ്നേഹവും സാഹോദര്യവും കാട്ടിയാണ് വൈദേശിക മതങ്ങളെല്ലാം ഇവിടെ വിരുന്നെത്തിയത്. ഒരേ പിതാവിന്റെ മക്കളായി, ഒരേ ദൈവത്തിന്റെ പ്രജകളായി കോ എക്സിസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് ഭാരതം ലോകത്തിന് കാട്ടിക്കൊടുത്തു. നിരീശ്വരവാദത്തെ പോലും തന്റെ സംസ്കാരത്തിന്റെ ഭാഗമാക്കിയ വിശ്വഗുരുവാണ് ഭാരതം. അസീം മുനീറിനെ പോലെയുള്ളവർ വിഭജനത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഉപേന്ദ്ര ദ്വിവേദിയെ പോലെയുള്ളവർ ഏകത്വത്തെക്കുറിച്ച് ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു. തോക്കിനേക്കാൾ വലിയ കരുത്ത് ഭാരതീയ സംസ്കാരത്തിനുണ്ടെന്ന് ലോകം ഒരിക്കൽ കൂടി തിരിച്ചറിയുകയാണ്. ശത്രുവിനോട് പോലും കാണിക്കുന്ന ഈ കാരുണ്യം ഇന്ത്യൻ സൈന്യത്തിന്റെ ദൗർബല്യമല്ല, മറിച്ച് അജയ്യമായ കരുത്താണ്. സബ്കാ മാലിക് ഏക് ഹേ എന്ന ആ ഒറ്റ വാചകം മതി ഭാരതം എന്താണെന്ന് ലോകത്തിന് മനസ്സിലാക്കാൻ. ഇന്ത്യൻ ആർമി ചീഫിന്റെ ഈ വെളിപ്പെടുത്തൽ വരും തലമുറകൾക്ക് വലിയൊരു പാഠം കൂടിയാണ്. അഭിമാനത്തോടെ ഓരോ ഇന്ത്യക്കാരനും പറയാം, ഇതാണ് എന്റെ നാട്, ഇതാണ് എന്റെ സംസ്കാരം.